വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഇവിടെ ഭഗവാൻ 4-ാം അധ്യായം ഭഗവത്ഗീതയിൽ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലൂടെ അർജുനന് ഉപദേശങ്ങൾ തുടരുന്നു. ഭഗവാൻ പറയുന്നു, പണ്ട് ഞാൻ സൂര്യന് കർമ്മയോഗ ഉപദേശം ചെയ്തു. തുടർന്ന് സൂര്യൻ വംശപരമ്പരയായി രാജർഷികൾക്ക് ഉപദേശം കൊടുത്തു. കാലക്രമത്തിൽ കർമ്മയോഗം ക്ഷയിച്ചുപോയി. കാരണം രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ പൊതുവെ മനുഷ്യർക്ക് ഈശ്വരാർപ്പണ ബുദ്ധി കുറഞ്ഞ് ലൗകിക ആഗ്രഹങ്ങൾ കൂടി. വീണ്ടും കർമ്മയോഗത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ഞാൻ അർജുന നിനക്ക് കർമ്മയോഗ ഉപദേശം തരുന്നത് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിഷ്വാഗവേ ബ്രവീത് ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേക മഹദാ യോഗോ നഷ്ടപരന്തവ സയേവായം മയാ തേദ്യായോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സദാ ചേതി രഹസ്യം ഹേതുനുത്തമം. ഇവിടെ അർജുനന് ഭഗവാൻ പ്രത്യേകം പറയുന്നു, എൻ്റെ ഭക്തനും സഖാവുമായ നിനക്ക് ഞാൻ ഈ രഹസ്യത്തെ പറഞ്ഞു തരും. അപ്പോഴാണ് അർജുനൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ ശ്രീകൃഷ്ണനായ അങ്ങ് പണ്ട് സൂര്യന് എങ്ങനെ ഉപദേശിച്ചു എന്നുള്ള ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ ഉത്തരം പറയുന്നു. അർജുന, നിനക്കും എനിക്കും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞുപോയി. ലോകനാഥനും എല്ലാറ്റിൻ്റെയും ഈശ്വരനുമായ ഞാൻ എൻ്റെ അംശമായ മായാശക്തിയെ സ്വാധീനപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഇച്ഛാനുസരണം ലോകത്തിൽ അവതാരമെടുക്കുന്നു. ലോകത്തിൽ ധർമ്മം ക്ഷയിച്ച് അധർമ്മം ഉയരുമ്പോൾ, ദുർജനങ്ങൾ വർദ്ധിച്ച് സജ്ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഞാൻ അവതാരമെടുത്ത സജ്ജനങ്ങളെ രക്ഷിക്കുകയും ധർമ്മത്തെ പരിപാലിക്കുകയും ചെയ്യും. ഇവിടെ ശ്രീകൃഷ്ണൻ തൻ്റെ ദിവ്യത്വം അർജുനന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ജീവാത്മാക്കൾക്ക് മായയിലൂടെ ജന്മം കിട്ടുന്നത് കൊണ്ട് പൂർവജന്മസ്മരണകൾ അവർക്ക് മറന്നു പോകുന്നു. ഇവിടെ ശ്രീകൃഷ്ണൻ അർജുനന് താൻ ഈശ്വരനാണെന്നും അർജുനൻ സാധാരണ മനുഷ്യനാണെന്നും വെളിപ്പെടുത്തി കൊടുക്കുന്നു. അജോപി സൻ അവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമി ആത്മമായയാ യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എൻ്റെ ദിവ്യമായ അവതാരങ്ങളെക്കുറിച്ച് താത്വികമായി അല്ലെങ്കിൽ വ്യക്തമായി അറിയുന്നവന് പുനർജന്മമില്ല എന്നും ഭഗവാൻ ഇവിടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. തുടർന്ന് ചാതുർവർണ്ണ്യങ്ങളെപ്പറ്റി ശ്രീകൃഷ്ണൻ പറയുന്നു. ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഞാൻ ചാതുർവർണ്ണ്യത്തെ സൃഷ്ടിച്ചു, ജന്മം കൊണ്ടല്ല എന്ന് ഇവിടെ എടുത്തു പറയുകയാണ്. അതായത് സത്വരജതമോ ഗുണങ്ങൾ മനുഷ്യ മനസ്സിൽ എപ്പോഴും കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഗുണങ്ങൾക്കനുസരിച്ചാണ് മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്യുന്നത്. സത്വഗുണം കൂടുമ്പോൾ ബ്രാഹ്മണനും, രജോ ഗുണം കൂടുമ്പോൾ ക്ഷത്രിയനും, രജോ തമോ ഗുണങ്ങളുടെ ആധിക്യം കൊണ്ട് വൈശ്യനും, തമസിൻ്റെ ആധിക്യം കൊണ്ട് ശൂദ്രനുമായി ഒരേ മനുഷ്യൻ തന്നെ കർമ്മങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ ഗുണങ്ങൾക്കനുസരിച്ച് കർമ്മങ്ങളും
ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് സംസ്കാരം. ഗുണകർമ്മ സംസ്കാരങ്ങൾക്കനുസരിച്ചാണ് ഞാൻ ചാതുർവർണ്ണ്യത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ സൃഷ്ടാവാണെങ്കിലും ഒന്നിലും ഒട്ടലില്ലാതെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അകർത്താവുമാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയും. ശ്രീകൃഷ്ണൻ ഇവിടെ പറയും. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യകർത്താരമവ്യയം ന മാം കർമാണി ലിംബന്തി ന മേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർന സബധ്യതേ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിः കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. എൻ്റെ ഈ ആദർശത്തെ അല്ലെങ്കിൽ ഉപദേശത്തെ സ്വീകരിച്ച് നീയും പ്രവർത്തിച്ചാൽ നിനക്കും കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിതനായി മോക്ഷം പ്രാപിക്കാൻ സാധിക്കും എന്ന് അർജുനനോട് പറയുന്നു. ഭഗവാന്റെ ഉപദേശം സ്വീകരിച്ച് നമുക്കും നമ്മുടെ ജീവിതത്തിനെ അതുപോലെ ജീവിക്കാൻ ശ്രമിക്കാം. ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് തുടർന്ന് കാതോർക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.